ജലം എന്ന ഡോക്യുഫിക്ഷൻ, സ്വന്തമായൊരു ബ്ലോഗ്, ഇങ്ങനെ വേറിട്ട പഠന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുണ്ട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നെത്തിയ VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിന്. നമുക്ക് സ്വാഗതം ചെയ്യാം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വേദിയിലേക്ക്. ഇനി VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ചന്ദന ചചിത നീലകളേബര ചന്ദന തൃശൂർ ജില്ലയിലെ ചാവക്കാട്ടാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് 30 കിലോമീറ്റർ. തീരദേശ മേഖല. ഈ പ്രദേശത്തിന്റെ കാഴ്ചപ്പാടുകളെയും ചിന്താഗതികളെയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തിരുത്തിക്കുറിക്കുകയും പുനർരചിക്കുകയും ചെയ്ത് വർഷാവർഷം ആയിരക്കണക്കിന് നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു മഹത് പ്രസ്ഥാനമാണ് ഈ നീണ്ട പേരുള്ള വിദ്യാലയം. VPM SNDP HSS കഴിമ്പ്രം. സോ നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മികവായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആകെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന 10,000-ലേറെ പുസ്തകങ്ങളുള്ള 35 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ലൈബ്രറി തിയേറ്റർ സംവിധാനത്തെ പറ്റിയാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ അവതരിപ്പിക്കുന്ന ഒരു സംഗതി. മറ്റൊന്ന് സമൂഹ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. മൂന്നാമതായിട്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മികവായിട്ട് പറയുന്നത് സാങ്കേതിക മേന്മയാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. പിന്നെ ഒരുപാട് പഠന അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. വളരെ സമൂഹ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. കേട്ടിട്ട് നിങ്ങൾ കോരിത്തരിക്കുന്നു അല്ലേ? എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന് എത്ര കത്തയച്ചു? 3000 കത്തയച്ചു. അപ്പോൾ നിങ്ങൾ 2000 കുട്ടികളെ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരും 1.5 കത്തയച്ചു. എങ്ങനെയാ? ഹയർ സെക്കൻഡറിയിൽ വേറെ കുട്ടികളുണ്ടോ സാർ? വേറെ കുട്ടികളുണ്ട്. പിന്നെ നാട്ടുകാരെ കൊണ്ട് എഴുതിപ്പിച്ചോ? ഇല്ല, നാട്ടുകാർക്കും ഇല്ല സാർ. നാട്ടുകാരോട് പറയണം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാണ് നാട്ടുകാർ അറിയേണ്ടത്. പിന്നെ ഇത് എൻഡോസൾഫാൻ മാത്രമല്ല ഇതിനകത്ത് വില്ലൻ. നമ്മുടെ നാട്ടിലെ കൃഷിക്കാരും ഇത്തരം കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത് നിരോധിച്ചു. പക്ഷേ എന്നിട്ടും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്, ലേബലില്ലാതെയൊക്കെ വിൽക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും കീടനാശിനി പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ധീരാകൃഷ്ണൻ, കൃഷിക്കാരെങ്കിലും കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെ ജൈവവളം എവിടുന്ന് കിട്ടും? രാസവളം ഉപയോഗിക്കുന്നതായിട്ട്. അപ്പോൾ ഈ ചൊടിയായിട്ട് പറയും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ജൈവവളവും കീടനാശിനിക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്? ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. അതെന്താണ്? അതിൻ്റെ ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോൾ അത് ആർക്കെങ്കിലും പറയാമോ? ജയലക്ഷ്മി. പുകയില കഷായമാണോ? അതെന്തിനു, ഏത് കീടത്തിനെ കൊല്ലാനാണ് ഉപയോഗിക്കുക? പുകയില ഒരുപാട് മനുഷ്യരെ കൊല്ലുന്നുണ്ട്. ഏത് കീടത്തിനെ നശിപ്പിക്കാനാ പുകയില കഷായം ഉപയോഗിക്കാവുന്നത്? ഫലവർഗ്ഗങ്ങളെയൊക്കെ ആക്രമിക്കുന്ന കീടങ്ങളെ എല്ലാത്തിനെയും ആണോ? പിന്നെ പുകയില കഷായം എന്ന് പറയുന്നതിലും മാരകമായിട്ടുള്ള രാസവസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. നിക്കോട്ടീനൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഗതികൾ ഉപയോഗിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, ചില ക്രമങ്ങൾ അനുവർത്തിക്കണം. അതാണ് പഠിപ്പിക്കേണ്ടത്. എന്തോ പൊതുവെ ഞങ്ങളെ തീരപ്രദേശമാണ്, അവിടെ കൃഷിയിടങ്ങൾ കുറവാണ്. ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയും നെല്ലും എല്ലാം വരുന്നത് കോൾപ്പാടങ്ങളിൽ നിന്നും ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അല്ലേ? അപ്പോൾ അവിടെ കൃഷി നിങ്ങൾ ഏതായാലും കൃഷി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൃഷിക്കാരുമായിട്ട് സംസാരിച്ച് അവർ ഏതു തരം കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പല കളർ കോഡുകളൊക്കെ ഉണ്ട് കീടനാശിനികൾക്ക്. അതറിയാമോ? അറിയണം. അതിനെപ്പറ്റിയാണ് കർഷകരെ ബോധവൽക്കരണം. ഇപ്പോൾ എൻഡോസൾഫാൻ ഭയങ്കര രാക്ഷസനാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെതിരായിട്ട് പ്രചരണം നടത്തിയിട്ട് വലിയ കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന രാസകീടനാശിനികളിൽ ജൈവ കീടനാശിനിയും സൂക്ഷിച്ചുപയോഗിക്കണം.
അത് അപ്പോൾ അതൊക്കെയാണ് അതാണ് സ്കൂൾ കുട്ടികൾ പഠിച്ച് കർഷകരോട് പറയേണ്ടത്. അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ പ്രദേശത്ത് പവർ കട്ടുണ്ടോ? ഒരു ദിവസം എത്ര മണിക്കൂർ? അരമണിക്കൂറോളം. അരമണിക്കൂറുണ്ട്. അപ്പം നിങ്ങൾ IT ക്ലബിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാറുണ്ടോ? രാവിലെ ആയിരിക്കില്ല പവർ കട്ട്. എപ്പോഴായിരിക്കും? 7 മണി 8 മണിക്ക് ഇടയിലായിട്ട്. അപ്പം രാത്രിയിലോ രാവിലെ? വൈകിട്ട്. അപ്പം നിങ്ങൾ സ്കൂളിൽ IT ക്ലബ്ബ് പ്രവർത്തിക്കുമ്പം നിങ്ങൾക്ക് കറണ്ട് ഉണ്ട് അല്ലേ? അപ്പം എത്ര കമ്പ്യൂട്ടർ ഉണ്ട് നിങ്ങൾക്ക്? സ്കൂളിൽ 3 ലാബുകളുണ്ട്, IT ലാബുകൾ. 20ഓളം കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടാവും. 20ഓളം കമ്പ്യൂട്ടർ കറക്റ്റ് പറയാൻ പറ്റില്ല അല്ലേ? ഓളം മാത്രമേ ഉള്ളൂ. അയ്യോ, അവിടെ ധൃതി പിടിച്ച ഒരാൾ പറയാൻ നിൽക്കുന്നു. കറക്റ്റ് നമ്പർ പറയണം എന്നോട്. 35 എണ്ണമുണ്ട്. 35 കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഈ IT എത്ര റൂമിലായിട്ട്? 35 3 റൂമിലായിട്ട് 3 ലാബ് ഉണ്ട്. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ പറഞ്ഞു നിങ്ങൾക്കൊരു മൾട്ടിമീഡിയ ഹാൾ ഉണ്ടെന്ന് പറഞ്ഞു. മൾട്ടിമീഡിയ ഹാൾ ഉണ്ട്. അത് ഈ 3 റൂം കൂടാതെ മൾട്ടിമീഡിയ ഹാളും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട്. അവിടെയാണോ LCD പ്രൊജക്ടർ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ 3 റൂമിൽ എന്ത് ചെയ്യും? ഈ മൾട്ടിമീഡിയ ഹാളിൽ എന്ത് ചെയ്യും നിങ്ങൾ? ലാബ് പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ലാബിൽ. ഈ ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെ എനിക്ക് അറിയേണ്ടത്. എന്തെങ്കിലും ഒരു ഉദാഹരണം പറയൂ. ഇപ്പോൾ വേർഡ് പ്രോസസ്സർ, സ്ലൈഡ് ഉണ്ടാക്കുക, അങ്ങനെ പ്രോജക്റ്റിനായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ IT ലാബിൽ ചെയ്യും. ഒരു മറ്റു വിഷയങ്ങൾ ഒരു ഡോക്യുമെന്ററി ഒക്കെ അവതരിപ്പിക്കുക മൾട്ടിമീഡിയയിലാണ്. ഡോക്യുമെന്ററീസ് ഒക്കെ അപ്പോൾ ഒരു ഈ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര മണിക്കൂർ കമ്പ്യൂട്ടറുമായിട്ട് ആ റൂമിൽ ചെലവഴിക്കാൻ കഴിഞ്ഞു? ലാബിൽ 3 പീരീഡ് ഉണ്ട്. ലാബിൽ 3 പീരീഡ് ആഴ്ചയിൽ 3 പീരീഡ് ഉണ്ട്. തിയറി എടുക്കുന്നത് ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ ചുമ്മാ വന്ന് തിയറി എടുക്കുമോ? ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒന്നും കൊണ്ടുവരാതെ ക്ലാസ്സിൽ വന്നിട്ട്? ടെക്സ്റ്റ് ബുക്ക് നോക്കി പറഞ്ഞു തരും. അത് ഞങ്ങൾ ലാബിൽ പോയിട്ടാണ് പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അടുത്ത കാലത്ത് പഠിച്ച തിയറി പ്രാക്ടിക്കൽ ചെയ്തത് എന്താണെന്നൊന്ന് പറഞ്ഞു. എന്ത് തിയറി പഠിച്ചിട്ടാണ് ലാബിൽ പോയി പ്രാക്ടിക്കൽ ചെയ്തത്? ഇപ്പൊ ഞങ്ങൾ ഇംപ്രഷൻ ആണ് ചെയ്യുന്നത്. എന്താണ് ഇംപ്രസ് ആണ് ചെയ്യുന്നത്. അതിൽ സ്ലൈഡുകൾ നിർമ്മിക്കുന്നുണ്ട്, അതിൽ അനിമേഷൻ കൊടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അത് മോളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇതറിയാമോ? എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ സമയം കിട്ടുമോ ഈ 1 മണിക്കൂർ കൊണ്ട് ഒരു ക്ലാസ്സിലുള്ള എല്ലാവർക്കും? ആഴ്ചയിൽ 3 പീരീഡ് കിട്ടുന്നുണ്ടല്ലോ. ഒരു മാഷ് വന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ പകരാള് വരാറുണ്ടോ? പകരം വരും. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാ എത്തുക? അപ്പൊ തന്നെ എത്തും. എത്ര മിനിറ്റ് മുമ്പ് പോവും? ഇല്ല, ബെല്ലടിക്കുമ്പോ പോവും. ബെല്ലടിക്കുമ്പോ പോവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാഷ് വരുന്നതോ വരാതിരിക്കുന്നതോ ഇഷ്ടം? വരുന്നത് ഇഷ്ടമല്ലേ? എന്താ അതിലൊരു ചിരി? ഒന്നുമില്ല. അല്ല, എന്തോ ഒരു ചിരിയുണ്ട്. സ്കൂൾ ഒരു ദിവസം പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചാൽ സന്തോഷമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ? ഫ്രണ്ട്സിനെയും പഠിത്തത്തിനെയും ഒന്നും പരിചയപ്പെടുന്നതിന് വിഷമം ഉണ്ടാവും. പിന്നെ ഇപ്പൊ 10ാം ക്ലാസ് ആണല്ലോ, അപ്പൊ പഠിക്കാൻ സമയം കിട്ടുന്നതിൽ സന്തോഷം ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഇനി സ്കൂൾ വിടണ്ട? വേണ്ട. ഓക്കെ. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിൽ വരുന്ന അധ്യാപകർ പാഠം എടുക്കാറുണ്ടോ? അല്ലെ അവിടെ ക്ലാസ്സിൽ തന്നെ ഇരുന്നിട്ടേ നിങ്ങളെന്തെങ്കിലും വായിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോ എന്ന് പറയോ? എന്താണ് ചെയ്യാറ്? ക്ലാസ് എടുക്കുന്ന രീതിയാണോ? അല്ല, ഇപ്പൊ പകരം ഒരു അധ്യാപകൻ വരുന്നു. ഇപ്പൊ ഒരു ഇംഗ്ലീഷ് എടുക്കുന്ന അല്ലെ കണക്കെടുക്കുന്ന. 10ാം ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന 9ൽ പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു സ്ഥിതി? 9ൽ പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന സാറുമാര് വരുമ്പോ ക്ലാസ് എടുക്കും. പിന്നെ ഞങ്ങക്ക് മലയാളം ടീച്ചറൊക്കെ വരികയാണെങ്കിൽ ലൈബ്രറി കൊണ്ടുപോകും. ആരാ അവിടെ മലയാളം എടുക്കുന്നത്? ഞങ്ങൾക്ക് സുരേഷ് സാറ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ സമൂഹ കൂട്ടായ്മയെക്കുറിച്ചാണ്. അത് തീർച്ചയായിട്ടും മാഷ് മുമ്പേ പറഞ്ഞതുപോലെ സമൂഹം സ്കൂളിലേക്കും സ്കൂൾ സമൂഹത്തിലേക്കും ചെല്ലുന്ന ഒരവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ഭക്ഷണ വിതരണം, പഠന വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോ എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? സത്യസന്ധമായ മറുപടി പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഹരിത വിദ്യാലയം എന്ന് പറയുന്ന പ്രോജക്റ്റ് ലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിദ്യാലയം ഉൾപ്പെടെയുള്ള ഒട്ടനവധി വിദ്യാലയങ്ങൾ ഇതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അളവ് അത്രയധികം ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. അതിൻ്റെ ചില ഡിഫക്റ്റുകൾ ഞങ്ങളുടെ ഈ പൂരിപ്പിച്ച് തന്നതിൽ ഉണ്ടെന്ന് പറയുന്നത് സത്യസന്ധതയെ ഞാൻ സത്യസന്ധതയ്ക്ക് A+ തരുന്നു. പിന്നെ ഈ മുതിർന്ന പൗരന്മാർ, നിങ്ങളുടെ ഇത്രയും
എന്താണ് ഒരു ചരിത്രം അവകാശപ്പെടാനുള്ള സ്കൂളാണ്. ആ പ്രദേശത്തിൻ്റെ ചരിത്രമായിട്ട് നമ്മുടെ മൊത്തം കേരളത്തിൻ്റെ ചരിത്രമായിട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്കൂളാണ്. നിങ്ങൾക്ക് എന്താണ് ആ പ്രദേശത്തെ മുതിർന്ന പൗരന്മാരും കുട്ടികളുമായിട്ടുള്ളൊരു ആശയവിനിമയം സാധ്യമല്ലാത്തത്? അതിനും നോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മുതിർന്ന പൗരന്മാരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ തന്നെയാണ് മാഡം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ആ പ്രദേശത്തുള്ള ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു പഠന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് തന്നെ ആ സമൂഹത്തിലെ ഏറ്റവും വൃദ്ധരായിട്ടുള്ള സ്ത്രീകളായിരുന്നു. അമ്മൂമ്മമാർ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പത്രത്തിൽ വലിയ തലക്കെട്ട് വന്നു. അപ്പോൾ അങ്ങനെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ അത് ഈ പറഞ്ഞ ഈ സത്യമാണ്. ഇതൊന്നും ഈ പുതിയ കാലത്തിൻ്റെ ഒരു പാഠ്യപദ്ധതിയാണിത്. ഞങ്ങളും പഠിച്ചിട്ടുള്ളതല്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ അന്തസത്തയും ഉൾക്കൊള്ളാൻ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അഭിനന്ദനങ്ങൾ. 884 പെൺകുട്ടികൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ കുറച്ചേറെ സൗകര്യങ്ങൾ വേണ്ടതല്ലേ, ഇത്രയും സ്ത്രീകളുള്ളപ്പോൾ? അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാലും മതി. ഞങ്ങളുടെ സ്കൂളിൽ ഇത്രയും സ്റ്റാഫ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 സ്റ്റാഫ് റൂം തന്നെയുണ്ട്. അതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അധ്യാപകർ മെയിൽ സ്റ്റാഫ് കുറവായതുകൊണ്ട് അവർക്ക് വേറെ സ്റ്റാഫ് റൂമുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ തന്നെ, ഞാൻ അധ്യാപികമാരുടെ സൗകര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ തന്നെ ഞങ്ങൾക്ക് ടോയ്ലറ്റും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാ തുറന്ന് തന്നെ പറയാം, അവരുടെ ആ എല്ലാ പീരീഡിലുള്ള ബുദ്ധിമുട്ടുകൾ തീർക്കാൻ ഞങ്ങൾ അധ്യാപികമാർ അവർക്ക് ഞങ്ങളോട് അത് വന്ന് പറയാനൊരു മടിയില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ടോയ്ലറ്റുകളും അനുസൃതമായിട്ട് തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മലയാളം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നേരത്തെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് പേപ്പറിലെ ആൻസർ എഴുതി അത് നമ്മൾ വാല്യൂ ചെയ്ത് മാർക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷൻ സിസ്റ്റം അത് ഗ്രേഡിംഗ് കൊടുക്കുന്നു. ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചോ നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് നിരന്തരമായിട്ട് തന്നെ ഈ ഓരോ ദിവസത്തെ ക്ലാസ് റൂമിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും വിലയിരുത്തി പോകാവുന്നതാണ്. അപ്പോൾ അതിനൊരു ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറിക്ക് ആണെങ്കിൽ ഇവാൽപ്രോ എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ഉണ്ട്. ഇവാൽപ്രോയിൽ നമുക്കത് ഓരോ ദിവസവും നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. അത്തരം സ്പേസുകൾ നമുക്ക് സ്കൂളുകളിൽ നമുക്ക് വികസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ശരിക്കും ശ്രമിക്കാനാണ്. സാറിപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഭാഷയായി ബന്ധപ്പെട്ട അത്തരം ഒരു ശ്രമം. കാരണം എല്ലാ ദിവസവും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഇവാലുവേഷൻ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് ഈ IT-യെ മനോഹരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് വളരെ ഇന്നോവേറ്റീവായ ഒരു ഐഡിയ ആയിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത്. അതിന് ഇനി ശ്രമിക്കുക. ഇനി VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 92.4 out of 100.